ഹലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഉടുപ്പ് നല്ല ഭംഗിയുണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം, ഇടാൻ പറ്റാത്തൊരു ഡിസൈനായിപ്പോയി. അത് നല്ല തടിയൊക്കെ ഉള്ള പിള്ളേർക്ക് ചിലപ്പം കറക്റ്റ് ആയിരിക്കും. ദേവുട്ടിക്ക് അത് സെറ്റായില്ല. അപ്പോൾ അത് ഞാനും ഏട്ടനും കൂടി പോയി മാറ്റിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ പായസം വെക്കണ്ടായിരുന്നു, സേമിയ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ ഒരു ഫ്രണ്ടിന് പായസം കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോണേൻ്റെ ഉള്ളത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാക്കറ്റും കൂടി എക്സ്ട്രാ വാങ്ങി, പാലും വാങ്ങിയിട്ട് വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ വരുന്ന വഴിക്ക് ചെറിയ ചിക്കനും വാങ്ങിയിട്ട് അതും പൊരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ പായസം ഇവിടെ സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. മിക്സായ കാരണം പിന്നെ പണി എളുപ്പമാണല്ലോ. നമുക്ക് സേമിയ വറക്കും ഒന്നും വേണ്ട, നേരെ പാല് തിളയ്ക്കുക, മിക്സിയിലിട്ട് കൊടുക്കുക, പിന്നെ കുറുകിണ്ട് വരുമ്പോൾ ഇറക്കി കൊടുക്കുക, നെയ്യിൽ അണ്ടിപ്പരിപ്പ് വറുത്ത് അതിലാണ്ട് ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. മുന്തിരി ഇടണവർക്ക് ഇടയ്ക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ പായസത്തിൽ മുന്തിരി കടിക്കുന്നത്. എനിക്ക് അണ്ടിപ്പരിപ്പ് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്. അപ്പോൾ ഞാൻ മുന്തിരി അധികം ഒഴിവാക്കാറാണ് കേട്ടോ. പിന്നെ ചില മിക്സിൽ ഉണ്ടാവും മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടാവും, ചിലതിൽ ഉണ്ടാവാറില്ല. അപ്പോൾ അതാ പായസമൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ നമ്മളിന്ന് തിരിച്ച് പെരിങ്ങോട്ടേക്ക് പോകട്ടെ. അപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കുകയാണേ, വൈകുന്നേരം നമ്മൾ പെരിങ്ങോടായിരിക്കും. അപ്പോൾ ഇന്ന് സാമ്പാറും മോരും ചിക്കൻ വറുത്തതും പിന്നെ മീൻകറിയും മീൻ വറുത്തൊക്കെ തലേദിവസത്തൊക്കെ ഉണ്ട് കേട്ടോ. പപ്പടമൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഊണ് കഴിച്ചത്. അതിനുശേഷം ഇതാ പിള്ളേർക്കൊക്കെ ഡ്രസ്സ് മാറ്റി കൊടുത്ത് അതിനുശേഷം നമ്മൾ വണ്ടിക്കായി വെയിറ്റ് ചെയ്യണം. അച്ചായൻ വണ്ടിയായിട്ട് വരാമെന്ന് പറഞ്ഞു. ഏട്ടൻ ബൈക്കിന് അങ്ങനെ വരും, നമ്മൾ ഓട്ടോറിക്ഷയിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. കാരണം എല്ലാവർക്കും കൂടിയിട്ട് ഇരിക്കാൻ പറ്റില്ല. ബാക്കിൽ ഓലക്കൊടിയൊക്കെ കണ്ടിട്ട് നമ്മൾ കുറച്ച് ഓലക്കൊടിയും കൊണ്ടുകൊണ്ട് പൊന്നാനിന്ന് എല്ലാതും എടുത്തിട്ടാണ് പ്രാവശ്യത്തെ പോക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പരിപാടി വെച്ചാൽ ടൈം ടേബിൾ നോക്കുക, പുസ്തകങ്ങൾ എടുത്തേക്ക്. 2 ദിവസം എന്തായാലും ലീവായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും